ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കലാസ് നേഴ്സിംഗ് കെയറിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നേഴ്സിനെ കുറിച്ചാണ്. NURSE. ഈ നേഴ്സ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും. എന്നാലും ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി പറയാം. N നോബിൾ, U അണ്ടർസ്റ്റാൻഡിങ്, R റെസ്പോൺസിബിലിറ്റി, S സിമ്പതി, എഫിഷ്യൻസി. ഇത്രയും ഉള്ള ഒരാളാണ് നേഴ്സ്. ഇതിലേതെങ്കിലും ഒരെണ്ണം തരിക്ക് കുറഞ്ഞാൽ പോലും അവരൊരിക്കലും നേഴ്സാകത്തില്ല, ആ യോഗ്യത ഉണ്ടാവത്തില്ല. അപ്പം നേഴ്സെന്ന് പറയുന്ന ആൾക്ക് ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഈ നേഴ്സെന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്തിയത് അതൊന്നറിയണ്ടേ? അതായത് ഫ്ലോറൻസ് നൈറ്റിംഗേൾ എന്ന ഇറ്റാലിക്കാരിയായ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച ഒരു വനിതയാണ്. അവരുടെ അക്ഷീണമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്നത്തെ ഈ നേഴ്സിൻ്റെ മൂല്യം. ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിച്ച് ഒത്തിരി രാജ്യങ്ങളിലും നമ്മുടെ കേരളത്തിലും അന്യരാജ്യങ്ങളിലും എല്ലായിടത്തും പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് അല്ലേ? സേവന സന്നദ്ധരായിട്ടാണ് അവർ നിൽക്കുന്നത് അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു മഹനീയമായൊരു ജോലിയായിട്ടല്ല ആൾക്കാർ കണ്ടിരുന്നത്. പക്ഷേ അതിനെ ഇത്ര മഹനീയമാക്കി മാറ്റിയത് ഫ്ലോറൻസ് നൈറ്റിംഗേളാണ്. 1854 ക്രീമിയൻ യുദ്ധത്തിൽ ഒത്തിരി പട്ടാളക്കാർക്ക് മുറിവേൽക്കുകയും ഒത്തിരി പേര് മരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവിടെ ആകെ എല്ലാവരും മരിച്ചവരൊക്കെ കൂടിക്കിടന്നു. അവിടെ ഒരു പകർച്ചവ്യാധി തന്നെ വന്നു. ആ പകർച്ചവ്യാധി വന്ന സമയത്ത് അവിടെ 142 പേരോളം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് 1022 എന്ന നിലയിലേക്ക് മാറ്റപ്പെട്ടു. അത് ഈ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവരുടെ കൂടെ 38 നേഴ്സുമാരും കൂടി ചേർന്ന് ചെയ്ത ഒരു അക്ഷീണ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റി. ഇംഗ്ലണ്ടിൽ ലോകത്തിലെ ആദ്യത്തെ നേഴ്സിംഗ് സ്കൂൾ സ്ഥാപിച്ചതും ഫ്ലോറൻസ് നൈറ്റിംഗേളാണ്. സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ എന്നാണ് അതിൻ്റെ പേര്. ഫ്ലോറൻസ് നൈറ്റിംഗേളിൻ്റെ ജന്മദിനമായ മെയ് 12 അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി നമ്മൾ ഇന്ന് കൊണ്ടാടുന്നത്. രാത്രികാലങ്ങളിൽ വിളക്കേന്തി നടന്നാണ് ഒത്തിരി പേരെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് ഇവരെ ലേഡി വിത്ത് ദ ലാമ്പ് എന്നറിയപ്പെടുന്നു, വിളക്കേന്തിയ വനിത. അത്ര ഒരു മഹനീയമായ ഒരു പേര്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിന് ഭയങ്കര നമുക്ക് പ്രൗഡ് തോന്നുന്നല്ലേ? അതൊരു സ്ത്രീ എന്ന നിലയിൽ നമുക്കുമൊക്കെ അതൊരു അഭിമാനകരമായൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു ചെറിയ അറിവാണ്, എൻ്റെ അറിവിൽ നിന്ന് ഞാൻ നിങ്ങളിലേക്ക് പകരുന്നൊരു ചെറിയ അറിവാണ്. അപ്പം നമ്മൾ ഈ നേഴ്സിംഗ് പഠിക്കുന്നവരെയും നമ്മൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി സർവീസ് ചെയ്യുന്ന നേഴ്സുമാരോടൊക്കെ നമുക്ക് ഒത്തിരി സ്നേഹവും നമ്മുടെ ജീവന് വേണ്ടിയിട്ടും എല്ലാം നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. അന്യരാജ്യത്താണേലും നമ്മുടെ നാട്ടിലാണേലും എവിടെയാണേലും എത്ര യുദ്ധം വരുമ്പോഴും എത്ര മാറാ രോഗങ്ങൾ വരുമ്പോഴും അവർ നമുക്ക് വേണ്ടി കിടന്ന് കഠിനമായ പ്രയത്നം ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഓരോ നേഴ്സിന് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. അതുമാത്രമല്ല നമ്മുടെ സ്നേഹവും കരുതലും അവർക്ക് വേണ്ടി ഉണ്ടാവണം. ബൈ.